അല്ല, പ്രവേശനോത്സവത്തിന്റെ കാര്യത്തിലൊന്നും നമ്മൾ അങ്ങനെ തർക്കിക്കേണ്ട ഒരു വിഷയമില്ല. പക്ഷെ ഇതിലൊരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഉണ്ടായിരുന്നു. ഈ വിഷയം എന്റെ ശ്രദ്ധയിലുണ്ട്. അപ്പോ പിന്നെ രണ്ട് സ്കൂളുകളിലും അത് നടന്നോട്ടെ. ഒന്ന് തൃക്കരിപ്പൂർ മണ്ഡലത്തിലെ ഒരു സ്കൂളിലും, തൃക്കരിപ്പൂർ മണ്ഡലത്തിലെ കൈക്കോട്ടുകടവ് സ്കൂളുണ്ട്, അതുപോലെ കാഞ്ഞങ്ങാട് മണ്ഡലത്തിലെ ഒരു സ്കൂളിലുമാണ്. അപ്പോൾ അത് രണ്ട് കൂട്ടരും ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പിന്റെ ഭാഗമായി തയ്യാറെടുപ്പുകൾ നടത്തി. അപ്പോൾ രണ്ട് സ്കൂളും പിന്നെ കുട്ടികൾ വ്യത്യസ്തമാണ്. ആ സ്കൂളിലെ കുട്ടികളാണ്, രണ്ട് മണ്ഡലങ്ങളാണ്. അപ്പൊ ഇത് രണ്ടും നടക്കട്ടെ. അതിലൊന്നും ഇപ്പൊ നമ്മളൊരു തർക്കത്തിലേക്ക് പോകേണ്ട കാര്യമില്ല. അല്ല, ഇപ്പൊ കഴിഞ്ഞ തവണത്തെ സമയക്രമം അങ്ങനെയാണോ അങ്ങനെ തന്നെയാണ്. ഞങ്ങളായിട്ട് മാറ്റൊന്നും വരുത്തിയിട്ടില്ല. ആ അതെ, അത് കോടതി ഹർജി തള്ളിക്കഴിഞ്ഞു. ഇനി അതിന്റെ മുകളിൽ അതിന് അപ്പീൽ കൊടുക്കാൻ കഴിയുമെന്നാണ് നോക്കുന്നത്. ആ കാര്യത്തിൽ ഞങ്ങൾക്ക് അധ്യാപകരോട് അനുഭാവപൂർണമായ സമീപനമാണ് ഉള്ളത്. കാരണം ജോലിയിൽ പ്രവേശിച്ചതിന് ശേഷം വർഷങ്ങൾ കഴിഞ്ഞിട്ട് ഒരു പുതിയ മാനദണ്ഡം വെക്കുക എന്നുള്ളത് അത് നമുക്ക് മനസ്സിലാകുന്നില്ല. അങ്ങനെ ഒരു പിന്നെ റിട്രോസ്പെക്റ്റീവ് എഫക്റ്റിലേക്ക് പിന്നീട് എങ്ങനെ പോകാൻ കഴിയും? സിവിൽ നിയമപ്രകാരം അങ്ങനെ ഒന്നുമില്ല. തുടർന്ന് അങ്ങോട്ടൊരു നിയമം വെക്കാം. നിങ്ങൾക്ക് ഇനി നിയമനങ്ങൾക്ക് ഇന്ന ഡിഗ്രി കൂടി നേടിയിരിക്കണമെന്ന് പറയാം. 20 കൊല്ലം നിയമനം നേടിയ ആളോട് ഇനി ജോലിയിൽ തുടരണമെങ്കിൽ നിങ്ങൾ ഇത് പാസ്സായി വരൂ എന്ന് പറയുന്ന പശ്ചാത്തലം അതൊരു നാച്ചുറൽ ജസ്റ്റിസിന് എതിരാണ്. പക്ഷെ നമ്മളിപ്പോ അങ്ങനെ ഒരു നമ്മളൊക്കെ വരുന്നതിന് മുമ്പുള്ളൊരു ഇഷ്യൂ ആണ്. ഏതായിരുന്നാലും അതിൽ ഗവൺമെന്റ് സമീപനം ഈ അധ്യാപകർക്ക് അനുകൂലമായിരുന്നു. കഴിഞ്ഞ ഗവൺമെന്റിന്റെ സമീപനം അത് തന്നെയായിരുന്നു. അപ്പൊ ഏതായിരുന്നാലും നോക്കാം ഇനി അതിൽ അപ്പീലിന്റെ ഒരു സാധ്യത എങ്ങനെയാണ്. കേട്ടില്ല. ഫിറ്റ്നസിലും കഴിഞ്ഞ ഗവൺമെന്റിന്റെ കാലത്ത് വന്ന പിന്നെ ഉത്തരവുകളാണ്. അതിലുണ്ടായ ആ ഓരോ സാഹചര്യങ്ങളുടെ സമ്മർദ്ദങ്ങളിൽ ഉത്തരവ് വരുമ്പോൾ നമ്മൾ അതിന്റെ പ്രായോഗികത പരിശോധിക്കാതെ പോകുന്നു. ഇപ്പോ ഷോക്കേറ്റും മറ്റുമൊക്കെ കുട്ടികൾ മരിച്ചൊരു സാഹചര്യം ഉണ്ടായ ഘട്ടത്തിൽ അതുമായി ബന്ധപ്പെട്ട് ചില നോംസ് വെച്ചു. അപ്പൊ ഇത് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കൊടുക്കേണ്ടത് പഞ്ചായത്ത് എഇ ആണ്. പഞ്ചായത്ത് എഇക്ക് ഇലക്ട്രിക്കൽ സംബന്ധിച്ച കാര്യങ്ങളിൽ അയാൾ ഒരു എക്സ്പേർട്ട് അല്ല, അയാൾക്ക് കൊടുക്കാൻ കഴിയില്ല. അപ്പൊ അതുകൊണ്ട് അതായിരുന്നു ഇതിലുണ്ടായിരുന്ന ഒരു പ്രശ്നം. അപ്പൊ ഞങ്ങൾ അടിയന്തരമായി യോഗം ചേർന്ന് ഈ ഇലക്ട്രിക്കൽ കാര്യങ്ങൾ ഒഴികെയുള്ളതിന് പഞ്ചായത്ത് സെക്രട്ടറി പഞ്ചായത്ത് എഇ കൊടുത്താൽ മതി എന്നാക്കിയത് മാറ്റി ആ നിർദ്ദേശം താഴെ തട്ടിലേക്ക് പോയി. ഇലക്ട്രിക്കൽ സംബന്ധിച്ച കാര്യങ്ങൾ അടിയന്തരമായി അതിന്റെ ഒരു പ്രാഥമിക പരിശോധന PTA പ്രസിഡന്റും HM കൂടി നടത്തുക. ഷോർട്ട് സർക്യൂട്ടോ സ്വിച്ച് കേട് വന്നതോ ഷോർട്ട് സർക്യൂട്ടിന് സാധ്യതയുള്ള കെട്ടിടമാണെങ്കിൽ അതിൽ വർക്ക് ചെയ്യേണ്ടതില്ല. അപ്പൊ എല്ലാ കെട്ടിടത്തിനും ആ പ്രശ്നം ഉണ്ടാവില്ല. അത്തരം കെട്ടിടങ്ങളുടെ കാര്യത്തിൽ 1 മാസത്തിനുള്ളിൽ ഒരു അപ്രൂവ്ഡ് വയർമാൻ സർട്ടിഫിക്കറ്റ് വാങ്ങി വെച്ചാൽ മതി. 1-ാം തീയതി സ്കൂൾ തുറക്കുന്നതിന് പ്രശ്നമില്ല. ഇതാണ് ആ കാര്യത്തിൽ നമ്മൾ എടുത്ത സമീപനം. ഈ 2 സർക്കുലർ ആ കാര്യത്തിലുണ്ട്. ഇത് രണ്ടും കഴിഞ്ഞ ഗവൺമെന്റിന്റെ കാലത്ത് വന്നതാണ്. അപ്പോ ഇപ്രാവശ്യം ഇതിനു വേണ്ടി ചെല്ലുമ്പോൾ എഇമാര് ഇങ്ങനെ ഒരു തടസ്സമാണ് പറയുന്നത്. ഇലക്ട്രിക്കൽ സംഗതികളിൽ ഞങ്ങൾ എങ്ങനെ കൊടുക്കും? അപ്പൊ അത് ഒരു ക്വസ്റ്റ്യനെയർ പോലെയാണ് ആ ഫോം. അപ്പൊ അതിൽ 9ാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഇന്നും അത് തൽക്കാലം മാറ്റിവെച്ച് ബാക്കിയുള്ള കാര്യങ്ങളിൽ കെട്ടിടത്തിന്റെ ഫിറ്റ്നസ്, അതിന്റെ അടുത്തുള്ള സാഹചര്യങ്ങൾ, ഇതൊക്കെയാണ് മറ്റു ക്വസ്റ്റ്യനുകൾ. അപ്പൊ അതൊക്കെ എഇക്ക് കൊടുക്കാവുന്നതേ ഉള്ളൂ. ഈ കാര്യം എഇയെ നിർബന്ധിക്കണ്ട. അവര് തന്നെയും ട്രിബ്യൂണലിൽ പോയി ഒരു 4 പേര് അതിൽ ഒരു അപ്പീൽ കൊടുത്തിരുന്നു. അല്ല, ഒരു കേസ് കൊടുത്തിരുന്നു. ആ കേസിലും പറഞ്ഞത് ഇങ്ങനെയാണ്: ഞങ്ങൾ ഇതിൽ എക്സ്പേർട്ട് അല്ല. 4 പേരെ കാര്യമുള്ളൂ. എങ്കിൽ പോലും ഞങ്ങളത് ആ രീതിയിൽ കൺസിഡർ ചെയ്തു. കഴിഞ്ഞ ഓർഡറിൽ പെശകുണ്ടെന്ന് മനസ്സിലാക്കി. എന്നാൽ ഇപ്പൊ 1-ാം തീയതി സ്കൂൾ തുറക്കുമ്പോഴാണ് അതിനനുസരിച്ചൊരു മോഡിഫിക്കേഷൻ ആ കാര്യത്തിൽ വരുത്തിയിട്ടുണ്ട്. ഇപ്പൊ അതിനനുസരിച്ച് എല്ലായിടത്തും ഫിറ്റ്നസ് കൊടുക്കുന്നുണ്ട്. ഫിറ്റ്നസ് കിട്ടാത്തൊരു പ്രശ്നം ഇനി വരേണ്ടതില്ല. കാരണം എഇക്ക് കൊടുക്കാവുന്ന കാര്യങ്ങളാണ് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റിൽ ഉള്ളത്. പ്രതിസന്ധി മാറി. അതിന്റെ ഒരു പൂർണ്ണമായ കണക്ക് വരുന്നേ ഉള്ളൂ. ഞങ്ങൾ 1-ാം തീയതി പറയാം.